to Complementary Physics, S3, 43rd lecture, Problems in AC. ഇപ്പോൾ കോംപ്ലിമെൻ്ററി ഫിസിക്സിലെ 43ാമത്തെ ക്ലാസ്സാണ്. എ സിയിലെ പ്രോബ്ലമാണ് മെയിനായിട്ടും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ സിലബസിനകത്ത് പിന്നെ LCR സർക്യൂട്ട്, LCR SA നമ്മൾ പഠിച്ചതാണ്. LCRൻ്റെ കൂടെ LC സർക്യൂട്ട്, LR സർക്യൂട്ട്, CR സർക്യൂട്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് പ്രത്യേക എസ് ആയിട്ട് ചോദിക്കുന്നതല്ല. LCR ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അങ്ങനെ എസ് ആയിട്ട് ചോദിക്കാറില്ല, പ്രോബ്ലം പർപ്പസിന് വേണ്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ LCR സർക്യൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് LRലേക്കും CRലേക്കും പോകുന്നതിന് ഒരു പ്രയാസമില്ല. ഇവിടെ നോക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഈ എക്സ്പ്രഷൻസ് ഫോർ ഇംപെഡൻസസ് ഇൻ LR ആൻഡ് CR സർക്യൂട്ട്സ്. ഇംപെഡൻസ് ഇൻ LCR സർക്യൂട്ട് ഈസ് ഗിവൺ ബൈ Z is R² plus L omega minus 1 C omega square raised to 1/2 എന്നാണ്. അപ്പോൾ അങ്ങനെ തരുമ്പോൾ LR സർക്യൂട്ട് ആണെങ്കിൽ അതിനകത്ത് കപ്പാസിറ്റി ഇല്ലെന്ന അർത്ഥം. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ കാണാനായിട്ട് കപ്പാസിറ്റി ടേം കൊണ്ട് ഒഴിവാക്കുമ്പോൾ ഫോർ LR സർക്യൂട്ട് C ടേം ഈസ് ആബ്സെന്റ്, ദാറ്റ് ഈസ് Z is R² plus L omega square raised to 1/2 അങ്ങനെ വരും. അപ്പോൾ LR സർക്യൂട്ടിൻ്റെ ഇമ്പഡൻസ് കാണാൻ LCRൻ്റെ ഇമ്പഡൻസിൽ നമ്മൾ 1/C omega ടേം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള വായിച്ചാൽ മതി. ആ സ്ക്വയർ ടേം കൂടെ കാണും. Z is R² plus L omega square raised to 1/2. അതേപോലെ CR സർക്യൂട്ടിൻ്റെ ഇമ്പഡൻസ് കാണാൻ നമ്മൾ L omega ടേം ഒഴിവാക്കിയാൽ മതി. ഇൻഡക്ടൻസ് ഇല്ല. CR സർക്യൂട്ട് ആകുമ്പോൾ ഇൻഡക്ടൻസ് ഇല്ല. ആ ടേം ഒഴിവാക്കിയാൽ മതി. അപ്പോൾ CR സർക്യൂട്ട് ഇമ്പഡൻസ് കിട്ടുന്നത് എന്താണ്? അപ്പോൾ CR സർക്യൂട്ട് L ടേം ഈസ് ആബ്സെന്റ്, ദാറ്റ് ഈസ് Z is R² plus 1/C omega square raised to 1/2. കാരണം ഈ പിന്നെ മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് തന്നെയാണല്ലോ. ഇപ്പോൾ മൈനസ് നമുക്ക് ഇപ്പോഴേ ഒഴിവാക്കാം. എന്നിട്ട് 1/C omega square raised to 1/2. ആ മൈനസ് ഇപ്പോൾ L omega പിന്നെ ഒഴിവാക്കുമ്പോൾ -1/C omega കിട്ടുന്നത്. അതിന് സ്ക്വയറിൻ്റെ പ്ലസ് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പ്ലസ് എഴുതിയിരിക്കുന്നത്. Z is R² plus 1/C omega square raised to 1/2. പ്രോബ്ലം പർപ്പസിന് ഈ രണ്ട് ഇക്വേഷൻ ചോദിക്കാറുണ്ട്. ഇനി LC സർക്യൂട്ടിൻ്റെ ഇമ്പഡൻസ് ആണെങ്കിൽ 6 നമ്മൾ ഒഴിവാക്കണം. 6 ഒഴിവാക്കുമ്പോൾ അതിവിടെ കാണിച്ചിട്ടില്ല, അത് പിന്നെ അപൂർവമായിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ Z is equal to 6 ഒഴിവാക്കുമ്പോൾ L omega minus 1/C omega square raised to 1/2. റെസൊണൻസ് ആണെങ്കിൽ LC സർക്യൂട്ടിൽ Z 0 ആയിരിക്കും. എന്താ കാരണം? LC ആകുമ്പോൾ 6 അല്ല, 6 ഒഴിവാക്കി. റെസൊണൻസിൽ L omega 1/C omega ആണ്. അപ്പോൾ L omega minus 1/C omega 0 ആണ്. അപ്പോൾ റെസൊണൻസിൽ LCയിൽ Z 0 ആയിരിക്കും, 6 0 ആണെങ്കിൽ. അപ്പോൾ ഇതാണ് LRൻ്റെ CRൻ്റെ ഒക്കെ ഇക്വേഷൻ. അപ്പോൾ ഇത് Z അറിയാമെങ്കിൽ കറണ്ട് നമുക്ക് കാണാമല്ലോ. കറണ്ട് ആംപ്ലിറ്റ്യൂഡ് C0/Z അങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ പഠിക്കുക. അതാണ് LR CR കൊണ്ട് ഉദ്ദേശിക്കുക. സിലബസിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ടെസ്റ്റിനകത്ത് കാണത്തില്ല. ഇത്രയും പഠിക്കാൻ വേണ്ടിയാണ് ഇംപഡൻസ്. അപ്പോൾ ആദ്യം നമ്മൾ 1-2 സിമ്പിൾ പ്രോബ്ലമാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഫൈൻഡ് ദി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആൻഡ് ഇംപഡൻസ് ഓഫ് എ സർക്യൂട്ട് ഹാവിംഗ് ആൻഡ് ഇൻഡക്റ്റൻസ് ഓഫ് 1/5 ഹെൻറി ആൻഡ് റെസിസ്റ്റൻസ് 50 ohm ഇൻ സീരീസ് വെൻ ആൻ ഓൾട്ടർനേറ്റീവ് EMF ഓഫ് ഫ്രീക്വൻസി 50 Hz ഇസ് അപ്ലൈഡ്. അപ്പോൾ ഒരു സർക്യൂട്ടുണ്ട്, അവിടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കണം, സർക്യൂട്ട് ഇംപഡൻസ് കണ്ടുപിടിക്കണം, പിന്നെ റെസിസ്റ്റൻസ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഇത് ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ്. ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആകുമ്പോൾ ഇൻഡക്റ്റീവ് സർക്യൂട്ടല്ല, എല്ലാ സർക്യൂട്ടാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ എല്ലാ സർക്യൂട്ടാണ്. അപ്പോൾ എല്ലാ സർക്യൂട്ട് ആകുമ്പോൾ ഇംപഡൻസ് കാണുന്നതാണ് താഴെ രണ്ടാമത്തെ ഇക്വേഷൻ, √R² plus L omega square. അത് കാണെങ്കിൽ R അറിയണം, L അറിയണം, ഒമേഗ അറിയണം. അതാണ് മുകളിൽ ഇരിക്കുന്നത്. റിയാക്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് L omega, L × 2πf, കാരണം ഒമേഗ 2πf ആണല്ലോ. അപ്പോൾ L is 1/π, 2π × 50. π and π will cancel, we get 100 ohm. പിന്നെ R തന്നിരിക്കുന്നത് 50 ohm ആണ്. Therefore impedance is equal to Z is √R² plus L omega square, √50 square plus 100 square. ഈ square them, add and find the root. The answer is 111.8 ohm. 8 ohm എന്ന് മതി കേട്ടോ.
ഓംസ് വേണ്ട. കാരണം യൂണിറ്റ് എഴുതുമ്പോൾ പിന്നെ ഇങ്ങനെ ഈ പ്ലൂറൽ എന്നുള്ള വാക്കിൻ്റെ ആവശ്യമില്ല. പക്ഷേ ടെസ്റ്റ് ബുക്കിനകത്തൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട്, അതാണ് ഈ കാണുന്നത്. പക്ഷേ നമ്മൾ സിംഗിളായിട്ട് എഴുതണം എന്നുള്ളതാണ് നിയമം. അപ്പം 10 ന്യൂട്ടൺ എന്ന് മതി, അല്ലാതെ 10 ന്യൂട്രസ് എന്ന് വേണ്ട. 20 മീറ്റർ എന്ന് മതി, 20 മീറ്റേഴ്സ് എന്ന് വേണ്ട. അപ്പോൾ യൂണിറ്റുകളെല്ലാം സിംഗുലർ ഫോമിലാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഓംസ് എഴുതിയത് അങ്ങനെ എഴുതാറുണ്ട്, പക്ഷേ ഓം എന്നുള്ളതാണ് ശരി. ഇനി അടുത്ത പ്രോബ്ലം. എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റി 1 picofarad ഈസ് കണക്റ്റഡ് ടു 220 volt 50 Hz AC സപ്ലൈ. ഫൈൻഡ് ദ റിയാക്ടൻസ് ഓഫ് ദി കപ്പാസിറ്റർ. ഇത് കപ്പാസിറ്റേറ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കാനാണ്. അതിൻ്റെ ഇക്വേഷൻ 1/c⍵. അപ്പോൾ 1/c × 2πf. ഈ പൈക്കോഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻12 farad. Picofarad is 10⁻⁻12 into 2 into pi into f is 50. Simplifying, we get 1/pi into 10⁻10 ohms. Ohm. Next problem. An EMF of 200 volt at 50 Hz is applied to a circuit containing an inductance of 100 millihenry, small m capital S, and a resistance 25 ohm in series. Calculate the magnitude and phase of the current. മാഗ്നിറ്റ്യൂഡും കാണണം, ഫേസും കാണണം. ഇതും എല്ലാ സർക്യൂട്ടാണ്. ഇവിടെ വോൾട്ടേജ് നമുക്ക് തന്നിരിക്കുന്ന RMS വോൾട്ടേജ് ആണ് 200 വോൾട്ട്. അപ്പോൾ മറ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഈ തരുന്ന വോൾട്ടേജ് EMF എപ്പോഴും RMS എടുക്കാവൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പീക്കാണോ മീനാണോ എനിക്ക് പ്രത്യേകം പറയും. വെറുതെ ഒരു വോൾട്ടേജ് തന്നു കഴിഞ്ഞാൽ അത് RMS ആയിട്ട് എടുക്കാവൂ. RMSനെ EV എന്ന് പറയാം, അല്ലെങ്കിൽ E bar എന്ന് പറയാം, ERMS എന്ന് പറയാം. ഇവിടെ EV എന്ന് എഴുതിയിരിക്കുന്നത്. EV is 200, F is 50, L is 0.1 Henry. All values are given. 100 mH എന്ന് പറഞ്ഞാൽ L is 100 mH. ഈ മില്ലി ഹെൻറിയെ ഹെൻറി ആക്കാൻ 10⁻³ കൊണ്ട് ഗുണിക്കണം. then we get L is equal to 0.1 Henry. Therefore impedance is equal to എല്ലാ സർക്യൂട്ട് √r² plus L⍵² is equal to √r² plus 1.2 pi L into, not 1.1, L into 2πf². Put the values √25² plus 0.1 into 2π into 50 the square. That is √25² plus 31.4². You square them, add it together, and then find the root using a calculator. We get 40.14 ohm. Current, RMS current, IV, I bar, that is E bar by Z, EV by Z, 220. There is a problem. In the given question it is 200. Here it is put as 220. So I think the given voltage is 220 volt. So in the question you correct the EMF as 220. You can calculate and check whether it is correct or not. Here it is 220 is given. So in the question you correct it as 220 volt. The answer is 5.481 ohms. You divide and check whether 220 or 200 which is correct. You can check. Then in എല്ലാ സർക്യൂട്ട് always current lags. In CR current leads. In LCR there may be current lag or lead. And how will you find the phase lag of current? Phase lag is given by tan phi is equal to L⍵ minus 1/c⍵/r. Phi is called phase factor. For എല്ലാ സർക്യൂട്ട് there is no C term. Therefore tan phi is L⍵/r. 1/c⍵ is absent. So phase is phi, we can write tan phi is L⍵/r because 1/c⍵ is absent. That is L⍵ is 0.1 into 100 pi by 25. 31.4 by 25, 1.256. Answer. Next problem. A resistance of 50 ohms is connected in series with a 1 μ of a capacitor, and these are connected to 220 volt 50 Hz supply. Calculate the impedance in the circuit, current and phase difference between voltage and current. അപ്പോൾ ഇത് ഒരു CR സർക്യൂട്ടാണ്. അതായത്
ഒരു കപ്പാസിറ്റി ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. കപ്പാസിറ്റി 1 mu ആണ്, റെസിസ്റ്റൻസ് 50 ohm ആണ്. അപ്പോൾ R is 50 ohm, C is 1 mu of 10⁻⁻6 F, EB is 220 volt, F is 50 hertz. Impedance Z is equal to, for CR circuit, you know it, R square plus L omega minus 1 by C omega square. L omega is absent, so we write R square plus 1 by C omega square. Root of 50 square plus 1 by C. C is 1 mu of, which is 10⁻⁻6 into 2 pi into 50 square is equal to 3185 ohm. Therefore, current I bar, IV, E bar or EB by Z 220 by 3185.0691 ampere. Then we can find the phase factor. You know, in a CR circuit there is phase lead. You remember? In LR phase lag, in CR phase lead, in LCR there may be phase lag or phase lead. In inductance there is phase lag of 90. In capacity there is phase lead of 90. You remember all cases. In L circuit, phase lag of 90 for current. In C circuit, phase lead of 90 for current. In LR, there is phase lag, which may be any angle. In CR, there may be a phase lead, which may be any angle. In LCR, there may be a phase lag or phase lead. Current will be ahead. The meaning is current will lead ahead in phase with respect to the voltage by an angle phi such that tan phi is equal to 1 by C omega by R. ഇതൊക്കെ കിട്ടും. tan phi L omega minus 1 by C omega by R ആണല്ലോ. അപ്പോൾ L omega ആബ്സെൻ്റ് ആണ്. അപ്പോൾ -1 by C omega by R, ആ മൈനസ് കാണിക്കുന്ന ഫേസ് ലീഡാണ്. അപ്പോൾ മൈനസ് അങ്ങനെ ഒഴിവാക്കിയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്നാലും ഫേസ് ലീഡ് എന്ന് പറഞ്ഞാൽ മതി. മൈനസ് ആണ് ഫേസ് ലീഡിനെ കാണിക്കുന്നത്. tan phi is -1 by C omega by R. Minus be removed from there because it is phase lead. Therefore 1 by C omega R. R is written first. 1 by 50 into 10⁻⁻6 into 2 pi into 50. It is 63.69. Next problem. A resistance of 1000 ohm, an inductance 1 Henry and a capacitance 1 mu of are connected in series with an AC 50 Hz and 220 volt. Calculate one impedance in the circuit, current in the circuit, PD across each element. So R is 1000 ohm, L is 1 Henry, C is 1 mu of, which is 10⁻⁻6 F, E bar or ERMS 220 volt, EV, XL, that is inductive reactance, L omega is equal to L into 2 pi F, 1 into 2 into pi into 50, 314 ohm. XC, capacitive reactance, 1 by C omega equal to 1 by 10⁻⁻6 into 100 pi, 10⁻+6. When 10⁻⁻6 we take to numerator, it will become 10⁻+6 by 100 pi. 100 pi is 314. We get 3185 ohm. Is a LCR circuit. The circuit is LCR. Therefore, Z is equal to root of R square plus XL minus XC, the whole square. XL minus XC whole square. You can take the difference. That is why difference sign is shown there. Here 1 by C omega is large. X is large. So we need only take the difference. Inside the bracket, if the number is plus or minus or taking square, it will become positive. So we get a root of 1000 square plus 3185 minus 314 square. Subtract, square it, add them together and take a root. The answer is 3040 ohm. Next part, current is equal to I bar is equal to E bar by Z, EB by Z, 220 by 3040 equal to 0.0724 ohm. PD across resistance, IR. PD across resistance, IR. That is I bar into R. IR means I bar into R. You can write as I bar. Here bar or IV is missing. You write I bar into R, 0.0724 into 1000,
which is 72.4 volt. That is the RMS voltage across resistance. PD across inductance. That is I into XL 0.0724 into 314. That is 22.73 volt. PD across capacitance I into XC 0.0724 into 3185 is equal to 230.6 volt. In this problem, there is an idea. You look the idea. The supply voltage is 220 volt. But here you see the answer. The voltage across capacitance is 230.6 volt, which is greater than the supply voltage. So there may be a question like this. Is it possible to have a voltage greater than the supply voltage in a LCR circuit? Is it possible to get a PD greater than the supply voltage in a LCR circuit? അപ്പോൾ നമ്മൾ പറയണം, അതായത് ഒരു LCR സർക്യൂട്ടിൽ ഈ സപ്ലൈ വോൾട്ടേജിനേക്കാൾ കൂടിയ വോൾട്ടേജ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഉണ്ടെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ഈ 220 കൊടുത്തപ്പോൾ കപ്പാസിറ്റിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 230.6 വോൾട്ടാണ്, കൂടിയ വോൾട്ടേജാണ്. നമുക്ക് പറയാം ഉത്തരം. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ദ വോൾട്ടേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ റിയാക്റ്റൻസ്. If reactance of capacity is greater, the voltage across capacity will be greater. If reactance of inductance is greater, the voltage across it will be greater than the supply voltage. That's the meaning. In this problem, the inductive reactance is too large. That is why the voltage exceeds the supply voltage. Next problem. An electric lamp runs at 80 volt and consumes 10 ampere. It is connected to an AC of 100 volt and 50 hertz. Calculate the inductance of the choke coil required. അപ്പോൾ ഇതൊരു എല്ലാ സർക്യൂട്ടാണ്. അതായത് ഒരു ബൾബ് കത്തിക്കാൻ വേണ്ടി നമ്മൾ 100 വോൾട്ട് കൊടുക്കുകയാണ് 50 ഹെർട്സിൽ. ബൾബിന് വേണ്ട വോൾട്ടേജ് 80 വോൾട്ടാണ്, 10 ആമ്പിയർ കറണ്ടുമാണ്. അപ്പോൾ ഇവിടെ ഒരു ഐഡിയ ഇതാണ്. ബൾബിൻ്റെ വോൾട്ടേജ് കുറവാണ്, 80 വോൾട്ടേ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന AC 100 വോൾട്ടാണ്. ഇങ്ങനെ കുറഞ്ഞ വോൾട്ടേജ് റേറ്റിംഗുള്ള ബൾബ് കൂടിയ വോൾട്ടേജുള്ള സപ്ലൈയിലേക്ക് മെയിനിലേക്ക് കണക്ട് ചെയ്ത ബൾബ് ഫീസായി പോകും. കാരണം ഇത് വോൾട്ടേജ് മാച്ചിങ് വേണം. അപ്പോൾ കുറഞ്ഞ വോൾട്ടേജുള്ള ബൾബ് കൂടിയ വോൾട്ടേജുള്ള മെയിനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബൾബ് ഫ്യൂസാകും. അതെങ്ങനെ ഒഴിവാക്കാം? അതിന് നമ്മൾ ഈ ബൾബിൻ്റെ കൂടെ ഒരു ചോക്കിട്ട് കൊടുത്താൽ മതി. ചോക്ക് വാട്ടുള്ള സർക്യൂട്ടാണ്. അത് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യും, കറണ്ട് നഷ്ടപ്പെടുത്താതെ. ഇപ്പോൾ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചോക്ക് ഉപയോഗിക്കുന്നത്. റെസിസ്റ്റൻസ് ഉപയോഗിച്ചാലും വോൾട്ടേജ് കുറയ്ക്കാം. പക്ഷേ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതി ലാഭമില്ല. കാരണം റെസിസ്റ്റൻസ് ചൂടായിക്കൊണ്ടിരിക്കും. ഇൻഡക്റ്റൻസ് ആകുമ്പോൾ ചൂടാകത്തില്ല, കാരണം വാട്ട്ലെസ് ആണല്ലോ. അപ്പോൾ ഒരു ഇൻഡക്റ്റൻസ് ഇട്ട് ഈ മെയിൻ്റെ കൂടെ നമ്മൾ ഈ ബൾബ് കത്തിച്ചാൽ ആ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാം, നമുക്ക് എനർജി നഷ്ടമില്ലാതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂടിയ വോൾട്ടേജുള്ള സപ്ലൈയിൽ കുറഞ്ഞ വോൾട്ടേജുള്ള ഒരു ബൾബ് കത്തിക്കാൻ എന്ത് ചെയ്യണം? ബൾബുമായിട്ട് സീരീസിൽ ഒരു ചോക്കിട്ട് ചെയ്താൽ മതി. അപ്പോൾ എത്ര ചോക്ക് വേണം, എത്ര ഇൻഡക്റ്റൻസ് ഓഫ് ദി ചോക്ക് എത്ര വേണം, അതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ നോക്കൂ, റെസിസ്റ്റൻസ് ഓഫ് ദി ലാമ്പ്, ആദ്യം ലാമ്പിൻ്റെ റെസിസ്റ്റൻസ് കാണും. BI 80/10 8 ഓം, അതാണ് ലാമ്പിൻ്റെ റെസിസ്റ്റൻസ്. ഇപ്പോൾ റെസിസ്റ്റൻസ് ഒന്നുമില്ലേ, ചോക്ക് കുഴപ്പം എല്ലാ സർക്യൂട്ടാണ്. AC ഇത് RMS കറണ്ട്, അത് E/Z എന്ന് കാണും. E/ എന്താണ്? LRൻ്റെ ഇമ്പഡൻസ് √R² + XL². XL എന്ന് പറഞ്ഞാൽ L⍵, അതിൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് √R² + XL² ഈസ് E/I. നമ്മളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കേട്ടോ, മുകളിലത്തെ ഇക്വേഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് E/I എന്ന് കിട്ടുന്നത്. സ്ക്വയർ ചെയ്യണം. R² + XL² ഇസ് E/I². ഈയുടെ വാല്യൂ 100 വോൾട്ട് സപ്ലൈ വോൾട്ടേജാണ്. കറണ്ട് 10 ആമ്പിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100/10 ദ സ്ക്വയർ ഇറ്റ് ഈസ് 100. അപ്പോൾ XL നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ XL² ഇസ് 100 - 8². 100² - 8² ഈസ് 36. 8² is 64. Subtracting
begin 36, XL is root 36, 6 ohm. In XL, what is XL? It is L omega. L omega is 6 L into 2 pi f. Omega is always 2 pi f. F is 50. L 2 pi f is 6. 2 pi f is 314. Therefore, L is equal to 6 by 314, 0.0191 Henry. ഈ പൈയുടെ വാല്യൂ 3.14 തന്നെ. പൈയുടെ വാല്യൂ 3.14 അല്ലേ? അപ്പോൾ 2 into 3.14 into 50 എന്ന് പറഞ്ഞാൽ 100 into 3.14 ആണ്. അതാണ് 340. അങ്ങനെ കിട്ടുന്നത്. So the choke required is 0.0191 Henry H. ഇനി ഒരു ട്രാൻസ്ഫോമർ പ്രോബ്ലം ആണ്. ഇത് +2 പ്രോബ്ലത്തിനായിട്ട് കൂട്ടാവുന്നതാണ്. എ ഡോർബെൽ ട്രാൻസ്ഫോർമർ ഫോർ യൂസ് ഓൺ 240 volt line has 8000 turns primary and 200 turns secondary. What is the output voltage when 2 ampere current flows through the secondary? Find also the current through the primary. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് കാരണം പ്രൈമറി കറണ്ട് കാരണം. That is NB is equal to 8000 primary turns, 8000, NS is 200, EP is 240, ES question mark. ES by EP is NS by NB, or E2 by E1 is N2 by N1, our equation. That is ES by secondary voltage by primary voltage. ES by 240 is equal to secondary turns, 200 by 8000, 1 by 40. So ES is 240 by 40, 6 volt. E2 by E1 is N2 by N1 equation. Then for ideal transformer, E1 I1 is E2 I2, or EP IP is equal to ES IS. Therefore, primary current IP, ES by EP into IS, 6 into 2 by 240 is equal to 0.05 ampere. It's a very easy problem. EP IP means primary voltage into primary current. ES IS means secondary voltage into secondary current. And this is the equation for ideal transformer. Another problem. Obtain the resonance frequency and Q factor of a series LCR circuit with L is 3.0 Henry, C 27 mu f, and R is 7.4 ohm. L, C and R are given. It is decided to improve the sharpness of resonance of the circuit by reducing the full width at half maximum by a factor 2. Suggest suitable way. അപ്പോൾ ഇവിടെ 2 ടൈം ഉണ്ട്. നമ്മൾ ഈ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ്, അതുപോലെ ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം. ഫുൾ വിഡ്ത്ത് അറ്റ് ഹാഫ് മാക്സിമം നമുക്ക് പഠിക്കാനില്ലെങ്കിലും അതിന് മീനിങ് അറിഞ്ഞാൽ മതി. ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അതിന് പ്രോബ്ലം ഇപ്പോഴേ ചെയ്യാം. അപ്പോൾ L is 3 Henry, C is 27 mu f. Mu f we convert into F by multiplying it by 10 raised to minus 6, 27 into 10 raised to minus 6 F. R 7.4 ohm. And you know resonant frequency F is 1 by 2 pi root LC. Put the values 1 by 2 pi, the root of 3 into 27 into 10 raised to minus 6. You calculate 17.69, 18 hertz. Q factor you know, L omega by R. L is omega is 2 pi f into L by R. That is 2 pi into 17.69 into 3 by 7.4 equal to 45. The next bar. To double Q for the same frequency, omega reduce R to 3.7. അതായത് നമുക്ക് R ഇവിടെ തന്നിരിക്കുന്നത് ഫസ്റ്റ് കേസിൽ R തന്നിരിക്കുന്നത് 7.4 ആണ്. അപ്പോൾ ക്യൂസ് മുകളിലത്തെ ഇക്വേഷൻ നോക്കിയാൽ മതി. ഇപ്പം ക്യൂസ് അന്നേരം Q 45 ആണ്. ഈ ക്യൂവിന് പോലെ ഡബിൾ ആക്കണം. അപ്പോൾ ഡിനോമിനേറ്റർ കുറച്ചാൽ പോരെ, ഡിനോമിനേറ്റർ പകുതിയാക്കിയാൽ പോരെ. അതാണ് എഴുതിയിരിക്കുന്നത്. ടു ഡബിൾ ക്യൂ ഫോർ ദ സെയിം ഫ്രീക്വൻസി റെഡ്യൂസ് R to 3.7 ohm. ഏതാണ് 3.7? ആ മുകളിൽ എഴുതിയിരിക്കുന്നത് 7.4ന്റെ പകുതിയാണ്. താഴെ പകുതിയാക്കുമ്പോൾ ഉത്തരം ഇരട്ടിയാകും. അപ്പം അങ്ങനെ ക്യൂ ഡബിൾ ആകും. ഇനി നമുക്കൊരു LC ഓസിലേഷനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ LC ഓസിലേഷൻ സർക്യൂട്ടാണ് പഠിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ L ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ കപ്പാസിറ്റീവ് കാണിച്ചിരിക്കുക. 2 പ്ലേറ്റ്, ഒരു
കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റ് നമ്മൾ അകലത്തിൽ കാണിച്ചിരിക്കുകയാണ്. അത് പ്ലസ് മൈനസ് ചാർജ് ഒഴുകുന്നത് കാണിക്കുകയാണ്. പിന്നെ അതാണ് സർക്യൂട്ട്. ഇത് എങ്ങനെയാണ് ഇതിനകത്ത് ഓസിലേഷൻ ഉണ്ടാകുക? ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാകും. ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോയിലേക്കും കപ്പാസിറ്റിലേക്ക് ഒഴുകും. അങ്ങനെ ഇലക്ട്രിക്കൽ ഓസിലേഷൻ ഉണ്ടാകും. അതിൻ്റെ ഫ്രീക്വൻസി 1/2π√LC ആണ്. അങ്ങനെയുള്ള ആ ഓസിലേഷനെ നമ്മൾ ഇലക്ട്രിക്കൽ ഓസിലേഷൻ അല്ലെങ്കിൽ LC ഓസിലേഷൻ എന്ന് പറയും. നോക്കിയാൽ പടം നോക്കൂ. പടത്തിൽ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കപ്പാസിറ്റി 2 പ്ലേറ്റാണ് കാണിച്ചിരിക്കുന്നത്. മുകളിൽ നമ്മൾ പോസിറ്റീവ് ചാർജ് മാർക്ക് ചെയ്തിട്ടുണ്ട്, താഴെ നെഗറ്റീവ് ചാർജ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോൺസാണ് ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വിങ് പോലെ, ഊഞ്ഞാൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. അത്തരം ഓസിലേഷൻ LC ഓസിലേഷൻ എന്ന് പറയും. അതെങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഇവിടെ LC സർക്യൂട്ടിൽ, LC ഓസിലേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇതൊരു LC സർക്യൂട്ടാണ് ഇത് വരച്ചിരിക്കുന്നത് കേട്ടോ. ഇറ്റ് ഇസ് എ LC സർക്യൂട്ട്. ദി LC സിസ്റ്റം റിസംബിൾസ് എ മാസ് സ്പ്രിംഗ് സിസ്റ്റം. ഒരു സ്പ്രിങ് പോലെ ഇരിക്കും. ഈച്ച് സിസ്റ്റം ഹാസ് എ ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഒരു LCക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. എനർജി സ്റ്റോർ ഇൻ എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റി സി ക്യാരിങ് എ ചാർജ് Q ഈസ് ഗിവൺ ബൈ. ഇത് കപ്പാസിറ്റി എനർജിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. UC ½ CV² എന്ന് പറയും. അതിന് പകരമുള്ള മറ്റൊരു ഇക്വേഷൻ ആണല്ലോ ½ Q²/C. Q എന്നുള്ളത് CV ആണ്. അപ്പോൾ ½ CV² കിട്ടുകയും ചെയ്യും. അപ്പോൾ ചാർജ് ക്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കപ്പാസിറ്റിയിലെ എനർജി കൊടുത്താൽ UC ഈസ് ½ Q²/C എന്ന് കിട്ടും. The energy stored in an inductor of inductance L carrying a current I is given by small I. Currently here it is written as small I. The energy of inductance, UL, ½ Li². Let the Q0 of the initial charge of the capacitor. Now the current through the inductor is 0. At this instant UC is equal to ½ Q0²/C and UL is 0. അപ്പോൾ ആദ്യം കപ്പാസിറ്റി ചാർജ് ചെയ്യും. അതായത് ഇൻഡക്ടൻസിനകത്ത് കറണ്ട് ഇല്ല. കപ്പാസിറ്റി ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി മാക്സിമം ചാർജ് Q0 വന്നു കഴിഞ്ഞാൽ ആ കപ്പാസിറ്റിയിൽ ചാർജ് ½ Q0²/C ആയിരിക്കും. അപ്പോൾ ഇൻഡക്ടൻസിൽ എനർജി ഇല്ല. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എ ഫുള്ളി ചാർജ് കപ്പാസിറ്റർ ഇൻ LC സർക്യൂട്ട് discharges through the inductance. Hence, an induced EMF is produced in the circuit. According to Lenz's law, the induced current will keep flowing in the same direction. As a result, capacitor is now charged with the opposite polarity. The sequence of charge and discharge results in alternating motion of the electrons. The electrons flow through the circuit to and fro. That is clockwise and anti-clockwise. It is called LC oscillations. The frequency of LC oscillation is given by F is 1/2π√LC അല്ലെങ്കിൽ LC⁻². അപ്പോൾ നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇൻഡക്ടർ എനർജി പറഞ്ഞു, കപ്പാസിറ്റർ എനർജി പറഞ്ഞു. ഇനി കപ്പാസിറ്റർ എനർജി മാക്സിമം ആകുമ്പോൾ ഇൻഡക്ടർ എനർജി 0 ആയിരിക്കും. അന്നേരം ചാർജ് ഓസിലേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് നമ്മൾ. ഫുള്ളി ചാർജ് കപ്പാസിറ്റർ ഫുള്ളി ചാർജർ ആണെങ്കിൽ ഇത് ഡിസ്ചാർജസ് ത്രൂ ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ചെയ്യും. ഹെൻസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സർക്യൂട്ട്. ഇപ്പോൾ സർക്യൂട്ടിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ ദ ഇൻഡ്യൂസ്ഡ് EMF വിൽ കീപ്പ് ഫ്ലോയിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ ലെൻസസ് ലോ പ്രകാരം ഇത് അതേ ദിശയിൽ ഇൻഡ്യൂസ്ഡ് EMF ഒഴുകും. ആസ് എ റിസൾട്ട് കപ്പാസിറ്റർ ഈസ് നൗ ചാർജ്ഡ് വിത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റി. ഇങ്ങനെ അതേ ദിശയിൽ ഒഴുകുമ്പോൾ കപ്പാസിറ്റി ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ ചാർജ് ചെയ്യാൻ തുടങ്ങും. ദ സീക്വൻസ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്ചാർജ് റിസൾട്ട്സ് ഇൻ ഓൾട്ടർനേറ്റിംഗ് മോഷൻ ഓഫ് ദി ഇലക്ട്രോൺ. ഈ കപ്പാസിറ്റി ഇങ്ങനെ ചാർജ് ചെയ്യുക ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ തുടങ്ങും, ചലിക്കാൻ തുടങ്ങും. ദി ഇലക്ട്രോൺസ് ഫ്ലോ ത്രൂ ദി സർക്യൂട്ട് ടു ആൻഡ് ഫ്രോ. മുന്നോട്ടും പുറകോട്ടും ഇലക്ട്രോൺസ് ഒഴുകും. ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് ഇലക്ട്രോൺസ് ഒഴുകും ആ LC സർക്യൂട്ടിൽ. ഇറ്റ് ഈസ് കോൾഡ് LC ഓസിലേഷൻ. ഇതിനെയാണ് നമ്മൾ LC ഓസിലേഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഇക്വേഷൻ നമ്മൾ LCRൽ പഠിച്ചതാണ്. അത് F is 1/2π√LC. റൂട്ട് ചെയ്യാൻ പറ്റുന്ന AC⁻².
1/2π ലെസ് കേട്ടോ. 1 റൈറ്റ് സൈഡിൽ കാണുന്ന എല്ലാ ടേമും ബൈ ആണ്. 1/2π ലെസ് എല്ലാ ടേമും താഴെ വരണം. അപ്പോൾ അതാണ് എൽ സിയുടെ ഫ്രീക്വൻസി. അപ്പോൾ ഇത്രയാണ് എൽ സി ഓസിലേഷൻ ഒരു നോട്ടാണ്. ചിലപ്പോൾ ചോദിക്കാൻ പരീക്ഷയ്ക്ക് റൈറ്റ് എ നോട്ട് എൽ സി ഓസിലേഷൻ 2 മാർക്കിന് ചോദ്യമായിരിക്കും. അപ്പോൾ ഇത് ഈ പടം പരിശോധന ചുരുക്കി പറഞ്ഞോളാം. അപ്പോൾ ഇത്രയാണ് ഈ ലെക്ചറിനകത്തുള്ളത്. ഇനി നമുക്ക് 2 ക്ലാസ് കൊണ്ട് ഈ പേപ്പർ തീരുന്നതാണ്. അപ്പോൾ അതിൽ ഈ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് ആണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് ഈ റെസൊണൻസിൽ പവർ ഫാക്ടർ യൂണിറ്റ് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഷാർപ്പ്നെസ് ഓഫ് റെസൊണൻസ് പ്രധാനപ്പെട്ടത്. പിന്നെ ബാക്കിയുള്ള പ്രോബ്ലം, പിന്നെ ഇത് വെച്ചുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ 2 ക്ലാസ് കൊണ്ട് നമ്മുടെ ഈ പേപ്പർ അവസാനിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. That is all. Thank you very much.